വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മൾ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ മിസ് എടുത്ത് ഒരു പോർഷൻ ലെറ്റേഴ്സ് അസസ് എടുത്തിരുന്നില്ല മോഷൻ എന്നതിൻ്റെ. അപ്പോൾ നമുക്കിന്നത് എടുക്കാം കേട്ടോ. കുറേ പേര് മിസ് എന്താ എടുക്കാത്തതെന്നൊക്കെ സംശയം ചോദിച്ചിരുന്നു. ചോദിക്കുന്നതിന് വളരെ താങ്ക്സ് ആണ്. ഞാൻ സമയം കുറച്ച് കിട്ടാത്തതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എന്നാ. നോക്കൂ, വളരെ എളുപ്പമാണ് കേട്ടോ. മിസ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ്. ഇതിലേതാണ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? വെലോസിറ്റി എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആക്സിലറേഷൻ ഇസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി. സ്പീഡ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. സ്പീഡ് ഇസ് എ സ്കേലർ ക്വാണ്ടിറ്റി. ഇറ്റ് നീഡ്സ് ഓൺലി magnitude. No direction is needed in the case of speed. Then what about displacement? It's a vector quantity. So velocity vector ആണ്, acceleration vector ആണ്, displacement is also vector. ഇവിടെ ഏതാണ് വരിക? സ്പീഡാണ് അല്ലേ? മനസ്സിലായില്ലേ? സ്പീഡാണ് വരിക. ബാക്കി റിമൈനിങ് ഓൾ ആർ സ്പീഡ് ഈസ് സ്കേലാർ. ഇതിൻ്റെ റീസൺ എന്താണ്? സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കൂ. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് ആസ് ഫോളോസ്. മൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0 ദോ ഐ റാൻ 250 meters. ഞാൻ 250 meters ഓടിയെങ്കിലും മൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. വാട്ട് ഈസ് മീൻ ബൈ ദിസ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വെൻ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0? If initial position and final position are same, then displacement is 0. ഇപ്പോൾ കുട്ടി എന്തായിട്ടുണ്ടാവും? തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ എങ്കിൽ ഇനീഷ്യലും ഫൈനലും സെയിം ആയിരിക്കും. ഇനീഷ്യൽ പൊസിഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ ആയാൽ ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു ഫൈനൽ. അതായി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0. അറിയാലോ? അതാണ് അതിൻ്റെ റീസൺ. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ, all objects have uniform speed not having uniform velocity. Describe with the help of examples. പറഞ്ഞിരിക്കുന്നത് all objects having uniform speed need not have uniform velocity. സെയിം സ്പീഡ് ആണെങ്കിലും, യൂണിഫോം ഒരേപോലത്തെ സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി യൂണിഫോം ആവണമെന്നില്ല. എന്തായിരിക്കാം കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെൻ ദ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ്, വെലോസിറ്റി ചേഞ്ചസ്. വെൻ ദ ഡയറക്ഷൻ ചേഞ്ചസ്, വെലോസിറ്റി ചേഞ്ചസ്. ഇഫ് ബോത്ത് ഓഫ് ദം, അതായത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ചേഞ്ചസ്, വെലോസിറ്റി ചേഞ്ചസ്. മാഗ്നിറ്റ്യൂഡ് മാറിയാലും വെലോസിറ്റി മാറും. അതായത് 5, 10, 15 അത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. ഡയറക്ഷൻ ഇനി ഒരേപോലത്തെ സ്പീഡാണ്, പക്ഷെ ഡയറക്ഷൻ മാറിയാലോ വെലോസിറ്റി മാറും. ഈ രണ്ടും മാറിയാലും മാറും കേട്ടോ. ഇവിടെ ഡിസ്ക്രൈബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. ഏതാ എക്സാമ്പിൾ? വളരെ എളുപ്പമുള്ള എക്സാമ്പിൾ ഏതാണ്? നീഡിൽ ഓഫ് ദ ക്ലോക്ക് അല്ലേ? നീഡിൽ ഓഫ് ദ ക്ലോക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ മിസ് ഇവിടെ എഴുതാം. നീഡിൽ ഓഫ് ക്ലോക്ക്. നീഡിൽ ഓഫ് ക്ലോക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്? അതിന്റെ സ്പീഡ് സെയിം തന്നെയാണ്. 1 second 1 second 1 second 1 second ഇങ്ങനെ പോവല്ലേ? സെയിം ആണ്. പക്ഷെ എന്താണ്? ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. എപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. സോ ഇറ്റ് ഹാവ് നോട്ട് യൂണിഫോം വെലോസിറ്റി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ബിക്കോസ് ഇറ്റ്സ് ഡയറക്ഷൻ ഓൾവേസ് ചേഞ്ചസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഓൾ ഒബ്ജക്ട്സ് ഹാവിങ് യൂണിഫോം സ്പീഡ് നോട്ട് ഹാവ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം സ്പീഡിൽ എല്ലാവർക്കും യൂണിഫോം വെലോസിറ്റി ഉണ്ടാവണം എന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് നീഡിൽ ഓഫ് ക്ലോക്ക്. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ബസ് എ കവേർഡ് 75 meter in 5 seconds. ബസ് ബി കവേർഡ് 169 meter in 13 seconds. Which bus
covered a greater distance. Bus A പോയത് എത്രയാണ് 75 and bus B covered 169. Which bus covered a greater distance? 169. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? Which bus has a higher speed? അപ്പോൾ ഏത് ബസ്സിനാണ് കൂടുതൽ സ്പീഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മീൻസ് ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നോക്കൂ. ഇപ്പോൾ ഇവിടെ ബസ് എ കവർ ചെയ്ത് എത്രയാണ് 75 മീറ്റർ ഇൻ 5 സെക്കൻഡ്സ്. അപ്പോൾ എങ്ങനെയാണ് സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ, നമ്മൾ ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് 75 ബൈ ടൈം എന്ന് പറയുന്നത് 5. 75 മീറ്റർ by 5 seconds ആണ്. അപ്പോൾ എത്രയാണ് കിട്ടുക? 75 by 5 15 meter per second. Then ബസ് ബി എത്രയാണ്? ബി ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ് അവിടെയും ഇക്വേഷൻ. ബസ് ബി 169 meters in 13 seconds ആണ്. നമുക്കറിയാം 13 സ്ക്വയർ ആണ് 169. 13s are 169. അപ്പോൾ നമുക്ക് 13 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ കിട്ടി. എന്തൊക്കെ കിട്ടിയത്? ബസ് എ ട്രാവൽഡ് 15 മീറ്റർ പെർ സെക്കൻഡ്, ബസ് ബി ട്രാവൽഡ് 13 മീറ്റർ പെർ സെക്കൻഡ്. വിച്ച് ബസ് ഹാസ് എ ഹയർ സ്പീഡ്? ഏതിന് ഹയർ സ്പീഡ് ഉള്ളത്? ബസ് എ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബസ് ബിയും സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ ബസ് എ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. What is the acceleration of a car which started from rest and acquired a velocity of 40 meter per second in 8 seconds? A car which started from rest. Restil നിന്നാണ് കാർ സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ്? ആൻഡ് acquired a velocity of 40 meter per second. കുറച്ച് കഴിഞ്ഞപ്പോൾ, എത്ര കഴിഞ്ഞപ്പോൾ? After 8 seconds, its velocity become 40 meter per second. So the car has acceleration. Velocity, rest എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? 0യിൽ നിന്നും 40യിലേക്ക് മാറി. ടൈം എത്രയാണ്? 8 seconds, റൈറ്റ്? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. വി ഫൈനൽ വെലോസിറ്റി. ടി എന്താണ്? ടി എന്ന് പറഞ്ഞാൽ യു വി ആവാൻ വേണ്ട സമയം. ടൈം ടേക്കൺ ഫോർ ചേഞ്ച് ഇൻ വെലോസിറ്റി. യു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? റെസ്റ്റ് അല്ലേ? ദെൻ 0 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഇല്ല, കാർ റെസ്റ്റിലായിരുന്നു. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഇപ്പം എത്രയാണ് വെലോസിറ്റി? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്, റൈറ്റ്? ടൈം എത്രയാണ്? ടൈം ടേക്കൺ the velocity change from 0 to 40. 0യിൽ നിന്നും 40 ആവാൻ എത്ര സമയം എടുത്തു? 8 seconds. 8 സെക്കൻഡ് കൊണ്ട് 0 എന്ന വെലോസിറ്റി 40 എന്ന വെലോസിറ്റി ആയിട്ട് മാറി. നമുക്കിവിടെ കൊടുത്താൽ മതി, വലിയ പ്രയാസമൊന്നുമില്ല. വി 40 മൈനസ് യു 0 ബൈ ടൈം 8. 40 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 40 തന്നെ. 40 ബൈ 8 എത്ര ആയിരിക്കും? 5 8s are 40 അല്ലേ? അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് മറന്നു പോകരുത്. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, റൈറ്റ്? അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, അടുത്ത എന്താണ്? എ കാർ കവേർഡ് ദ ഫസ്റ്റ് 400 മീറ്റർ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാറ് ആദ്യത്തെ 400 മീറ്റേഴ്സ് എത്ര സ്പീഡിൽ പോയി? 8 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയി. ദ നെക്സ്റ്റ് 1200 മീറ്റേഴ്സ് വിത്ത് എ സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത 1200 മീറ്റേഴ്സ് 12 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. ആൻഡ് ദ ലാസ്റ്റ് 360 മീറ്റേഴ്സ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 360 മീറ്റേഴ്സ് എത്രയിൽ പോയി? സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ഇക്വേഷൻ പഠിച്ചാലും ടപ്പേന്ന് പറയാൻ പറ്റണം. മനസ്സിലായോ? ഒരു ഇക്വേഷൻ ഒരു ചാപ്റ്ററിൽ പഠിച്ചാൽ അത് ലൈഫ് ലോങ് നിങ്ങൾ ഓർത്ത് വെക്കണം.
ലൈഫ് ലോങ് എന്ന് മിസ് ഉദ്ദേശിച്ചത് ജോലിയെ കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാം. മനസ്സിലായി? അപ്പം ഏത് സമയത്ത് ചോദിച്ചാലും ഇക്വേഷൻ പറയാൻ പറ്റണം. അങ്ങനെ നമ്മളത് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ വാട്ട് ഇസ് ആവറേജ് സ്പീഡ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആവറേജ് സ്പീഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? സിമ്പിൾ വൺ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇത്രേ ഉള്ളൂ പ്രയാസം. അപ്പോൾ നമ്മൾക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആവറേജ് സ്പീഡ്. മിസ് ഇക്വേഷൻ പറഞ്ഞു തന്നു. എന്താണ് ഇക്വേഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട് എ കാർ കവേർഡ് ദ ഫസ്റ്റ് 400 meters ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 8 meter per second. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 400 ആണ്. അടുത്ത എത്രയാണ് ഡിസ്റ്റൻസ്? 1200 meters വിത്ത് എ സ്പീഡ് ഓഫ് 12 meter per second. അവിടെ എത്രയാണ് ഡിസ്റ്റൻസ്? 1200 meters. The last 360 meters with a speed of 12 meter per second. അവിടെ എത്രയാണ്? 360 meters. അപ്പോൾ ആ 3 ഡിസ്റ്റൻസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ബട്ട് ഹൗ ക്യാൻ വി ഫൈൻഡ് ടോട്ടൽ ടൈം ടേക്കൺ? നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ടോട്ടൽ ടൈം ടേക്കൺ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോന്നിലും നമുക്ക് മിസ് റഫ് പേജ് എടുത്തിട്ട് എഴുതി കാണിക്കാം കേട്ടോ. ലിസൺ നോക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് car covered the first 400 meters with this speed. അതായത് 4 മിസ് എഴുതാട്ടോ, നോക്കിക്കോളൂ. 400 meters സ്പീഡ് എത്രയാണ്? 8 meter per second, right? Then 1200 meters സ്പീഡ് എത്രയാണ്? 12 meter per second. Then next 360 meters സ്പീഡ് എത്രയാണ്? 12 meter per second. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ടൈം അല്ലേ കാണേണ്ടത്? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ള ടൈമിനെ നമുക്ക് T1 എന്ന് എടുക്കാം, ഈ ടൈമിനെ നമുക്ക് T2 എന്ന് എടുക്കാം, ഈ ടൈമിനെ നമുക്ക് T3 എന്ന് എടുക്കാം, റൈറ്റ്? അപ്പോൾ T1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? T1 കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ബൈ സ്പീഡ് 8 meter per second. 400 by 8 എന്ന് നമുക്ക് ടൈം 50 എന്ന് കിട്ടും അല്ലേ? 50 seconds. ദെൻ T2 കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1200 ഡിവൈഡഡ് ബൈ 12. 1200 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 100 seconds എന്ന് കിട്ടും. ദെൻ ഇത് അടുത്തതാണ് T3. എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? അവിടെ നമുക്ക് 30 seconds എന്ന് കിട്ടും, റൈറ്റ്? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? T1 പ്ലസ് T2 പ്ലസ് T3. T1 പ്ലസ് T2 പ്ലസ് T3 എത്രയാണ് കിട്ടുക? 50 പ്ലസ് 100 150. 150 പ്ലസ് 30 എത്രയാണ്? നമുക്ക് 180 seconds എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ടൈം എത്രയാണ്? 180 seconds ആണ്, റൈറ്റ്? ഡിസ്റ്റൻസ് എത്രയാണ്? 400 പ്ലസ് 1200 എത്രയാണ്? 400 പ്ലസ് 1200 എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 1200 എന്ന് പറഞ്ഞാൽ 1600. 1600 പ്ലസ് 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1960 എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് കിട്ടും. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ഇതാണ്, ടോട്ടൽ ടൈം ഇതാണ്. ആവറേജ് സ്പീഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. 1960 ഡിവൈഡഡ് ബൈ 180. 0 കട്ട് ചെയ്ത് പോവും. എത്ര വരും? നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ വരും കേട്ടോ. 196 by 18. മിസ് ഇത് മാറ്റിയിട്ട് വേറെ സ്ക്രീൻ എടുക്കാൻ പോവാണ്. ഇത് മായ്ക്കാനുള്ളൊരു ഇത് മിസ്സിന് അറിയില്ല, ഹൗ ടു ഇറേസ് ദിസ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിലൊന്നും സ്ഥലമില്ല ചെയ്യാൻ. ഞാൻ വേറൊരു പേജ് എടുക്കുകയാണ്. അപ്പോൾ 196 ഡിവൈഡഡ് ബൈ 18 നോക്കൂ. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡാണ് മിസ് കാണാൻ പോകുന്നത്. ആവറേജ് സ്പീഡ് കാണാൻ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഡിസ്റ്റൻസ് നമുക്ക് 1960 കിട്ടി. ടോട്ടൽ ടൈം നമുക്ക് 180 seconds എന്നും കിട്ടി.
ഡിവൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. 196നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 118s are 18, then 16 ഉള്ളൂ അല്ലേ. 16ൽ 18 പോവില്ല, അപ്പം നമുക്കിവിടെ 0 ഇടാം. പലരും തെറ്റിക്കുന്ന കാര്യമാണ് ഇവിടെ 0 ഇടണം. കാരണം നമ്മളൊരു 6 ഇറക്കി താഴത്തോട്ടിട്ടില്ലേ, അതിൽ ഇല്ല, 18 അതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇടണം മുകളിലിട്ട്, അല്ലെങ്കിൽ 1 മാത്രം ഇടരുത്. 16ൽ 0 ടൈംസ് ആണ്, അപ്പോൾ പോയിന്റ് മുകളിലിടുക. 0 ടൈം 160 എത്ര ടൈംസ് ഉണ്ടാവും? എനിക്ക് തോന്നുന്നു 8 ആവും. 8 8s are 64, ബാക്കി 6, 188 plus 6 14, again remainder 16. അപ്പോൾ നമുക്ക് 10.8888 വരും. 10.88 അല്ലെങ്കിൽ 10.89 എന്ന് എഴുതാം, മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്, അതിൻ്റെ കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് എന്നല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ആവറേജ് സ്പീഡ്. മനസ്സിലായോ? അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നമ്മൾ എന്താ ചെയ്തത്? ഓരോ കേസിലും ടോട്ടൽ ടൈം കണ്ടുപിടിച്ചു. ടൈം കാണാൻ എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. ഓരോ കേസിലും T1 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ കണ്ടു, T2 സെക്കൻഡ് കണ്ടു, T3 തേർഡ് കണ്ടു. മൊത്തം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 സെക്കൻഡ്സ് കിട്ടി. ഡിസ്റ്റൻസ് പിന്നെ കാണാനൊന്നുമില്ല, അതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കാറ് കവർ ചെയ്ത ഡിസ്റ്റൻസ് 400, 1200, 360 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1960 കിട്ടും. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 10.88 അല്ലെങ്കിൽ 10.89 എന്ന് എഴുതാം. കാരണം 888 പോവല്ലേ, 10.89 എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി അടുത്ത ദിവസം നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. നോക്കൂ. Does a body have acceleration in the following situations? താഴെ കുറച്ച് സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ബോഡി ട്രാവലിംഗ് എലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി എങ്ങനെയാണ് പോകുന്നത്? ബോഡി ട്രാവലിംഗ് എലോങ് എ സ്ട്രേറ്റ് ലൈൻ, നേരെ പോവാണ്, വിത്ത് യൂണിഫോം വെലോസിറ്റി, ഒരേ വെലോസിറ്റിയിൽ. ആ കേസിൽ ഉണ്ടോ? ഒരേ യൂണിഫോം വെലോസിറ്റി ആണ്, എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരേപോലെ അങ്ങോട്ട് പോവാണ്, മാറ്റില്ല, ഒരേ ഡയറക്ഷനാണ്. എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഒരേ ഡയറക്ഷനിലും പോകുന്നു, സെയിം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും മാറുന്നില്ല, ഡയറക്ഷനും മാറുന്നില്ല. ആ കേസിൽ നമുക്ക് ആക്സിലറേഷൻ ഉണ്ടോ? നോ ആക്സിലറേഷൻ. A body traveling along a straight line with non-uniform velocity. Straight line പോകുന്നത്, but non-uniform velocity. അപ്പോൾ അവിടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? ഡയറക്ഷൻ does not change, but non-uniform velocity എന്ന് പറഞ്ഞാൽ that means magnitude changes. ബോഡിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്, because the magnitude changes. ഡയറക്ഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്, മാറുന്നില്ല. A body traveling along a circular path വിത്ത് യൂണിഫോം സ്പീഡ്. സർക്കുലാർ പാത്തിലാണ് പോകുന്നത്. സർക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. ഇതൊന്നും ചിന്തിക്കാനില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ തന്നെ അവിടെ എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. വിത്ത് യൂണിഫോം സ്പീഡ് എന്നാണ്. അപ്പോൾ ഇവിടെ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സ്പീഡ് ഒരേപോലെയാണ്. ബട്ട് ദ ബോഡി ട്രാവൽസ് ഇൻ എ സർക്കുലർ പാത്ത്, ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. റൈറ്റ്? ഇനി അടുത്ത് നോക്കൂ. എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ അവിടെ എന്തൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്? സർക്കുലർ പാത്താണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. വിത്ത് നോൺ യൂണിഫോം സ്പീഡും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, ബോഡി ഹാവ് ആക്സിലറേഷൻ. മനസ്സിലായോ? ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ എയ്തർ ദ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് ഓർ ദ ഡയറക്ഷൻ ചേഞ്ചസ് ഓർ ബോത്ത് ചേഞ്ചസ്. ആ മൂന്ന് കേസിലും ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 meter per second came to rest in 5 seconds. What is its acceleration? ഇനി നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക.
നമുക്കൊരു ഇക്വേഷൻ അറിയാം, A is equal to V minus U by T അല്ലേ? വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബോഡി 30 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ആ ലോറി 30 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി U is 30. കം ടു റെസ്റ്റ്, കുറച്ച് കഴിഞ്ഞപ്പോൾ റെസ്റ്റിലായി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ഫൈനൽ വെലോസിറ്റി 0 ആവും. 0 മീറ്റർ പെർ സെക്കൻഡ്. ബോഡി റെസ്റ്റിലായില്ലേ, അപ്പോൾ വെലോസിറ്റി ഇല്ല. ടൈം എത്രയാണ്? 5 സെക്കൻഡ്സ്. അപ്പോൾ ആക്സിലറേഷൻ കാണാൻ നമ്മൾ V0 മൈനസ് U30 ബൈ 5. -0 മൈനസ് 30 എന്ന് പറഞ്ഞാൽ -30 ബൈ 5. അപ്പോൾ -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാട്ടോ നമുക്ക് കിട്ടുക. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ ആക്സിലറേഷൻ. മനസ്സിലായോ? അപ്പോൾ അവിടെ ആക്സിലറേഷൻ അല്ല, ദാറ്റ് ആക്സിലറേഷൻ ഇസ് കോൾഡ് ആസ് റിട്ടാർഡേഷൻ ഓർ ഡിസിലറേഷൻ. ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, മിസ്സേ വാട്ട് ഈസ് ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടി 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 വരിക. അപ്പോഴല്ലേ ഫൈനലിന് ഇനീഷ്യൽ മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടുള്ളൂ. വെലോസിറ്റി ചില കേസിൽ വെലോസിറ്റി, അതായത് ഒരു വണ്ടി പോവാണ്, വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിൽ സ്പീഡ് കൂടി വെലോസിറ്റി കൂടി കൂടി വരും അല്ലേ? ഈ ചില നിർത്താൻ പോകുമ്പോഴോ വെലോസിറ്റി കുറഞ്ഞു 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 വരും. വെലോസിറ്റി കൂടി വരുന്ന കേസിൽ അതിന് ആക്സിലറേഷൻ എന്നും കുറഞ്ഞു വരുന്ന കേസിൽ നമ്മൾ അതിനെ പറയുന്ന പേര് റിട്ടാർഡേഷൻ എന്നുമാണ്. ഈ രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്, രണ്ടിനും ഡയറക്ഷൻ ഉണ്ട്. സ്പീഡ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ബോഡിക്ക് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഇനി നിങ്ങൾ മിസ്സിൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അന്ന് കാണണ്ട, പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് ഏത് പോർഷനാണോ, അല്ലാതെ ഒരു ഒന്നിച്ചിങ്ങ് പറയരുത് മിസ്സിൻ്റെ അടുത്ത്. അപ്പോൾ മിസ് എന്തെങ്കിലും മനസ്സിലാവില്ല. മിസ് പറഞ്ഞിട്ടില്ല ഇന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മിസ് ലാസ്റ്റ് ഒരു ഫസ്റ്റ് വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോയിൽ 9.6 × 10⁻15 എങ്ങനെയാണ് 10⁻12 ആയത് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ട് മിസ്സിന് കൃത്യമായിട്ട് അത് മനസ്സിലായി. ഏതാണ് ആ കുട്ടിക്ക് മനസ്സിലാവാത്തത്? അതായത് കിലോമീറ്റർ എന്നുള്ളത് മീറ്റർ എന്നുള്ളത് കിലോമീറ്ററിലേക്ക് മാറിയപ്പോഴാണ് അവിടെ 3ന്റെ വേരിയേഷൻ വന്നത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻ കൃത്യമായിട്ട് മിസ്സിന് മെസ്സേജ് ഇടുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ പാത്ത് ഓഫ് എ ബോഡി വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം എ ആൻഡ് മൂവ്ഡ് ടു സി ത്രൂ ബി. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങിയിട്ട് ബിയിലൂടെ സിയിലെത്തി. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ ബോഡി. സ്പീഡ് കാണാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് കാണാൻ ഒരു പ്രയാസമില്ല. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ എത്ര ഡിസ്റ്റൻസ്? 60 മീറ്റർ പ്ലസ് 40 മീറ്റർ. എത്രയാണ് വരിക? 100 മീറ്റേഴ്സ്. ബൈ ടൈം 6 സെക്കൻഡ്സ് പ്ലസ് 4 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് ഇറ്റ്സ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ പ്രയാസം, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ വൺ. സ്പീഡ് കിട്ടി. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി? ഇത് മിസ് മായ്ക്കട്ടെ. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി? വെലോസിറ്റി കാണാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണ് വെലോസിറ്റി കാണണമെങ്കിൽ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് എടുക്കുക അല്ലേ? നേരെ പോയത് എടുക്കുക. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അപ്പൊ നോക്കൂ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? പോയ പാത്ത് എ ടു ബി ടു സി ആണ്. പക്ഷെ നമ്മൾ അത് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. we never consider the path of the body. We consider only the initial position and final position of the body. No need to know the path of the body. 70 മീറ്റർ ആണ്. എത്ര ടൈം എത്ര തന്നെയാണ് അപ്പോഴും? ടൈം 10 സെക്കൻഡ്സ് തന്നെ വരിക. കാരണം പോയത് എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി. എയിൽ നിന്ന് ബിയിലെത്താൻ 6 എടുത്തു, ബിയിൽ നിന്ന് സിയിലെത്താൻ 4 എടുത്തു. ടൈം 10 സെക്കൻഡ് തന്നെ എടുത്തിട്ടുണ്ട്. പോയ വഴിയും വേറെയാണ്. പക്ഷെ നമ്മൾ നേരെയുള്ള വഴി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അവിടെ നേരെയുള്ളതെന്ന് പറഞ്ഞാൽ 70 ആണ്. ടൈം എത്ര തന്നെയാണ്? സമയം എത്ര എടുത്തു?
ബോഡി 10 സെക്കൻഡ് എടുത്തില്ലേ? 10 സെക്കൻഡ്. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ദെൻ നമുക്ക് 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്താണ്? വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് 7 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇഫ് ഇറ്റ് ഹാസ് ടേക്കൺ 5 സെക്കൻഡ്സ് ടു റീച്ച് എ ബാക്ക് ഫ്രം സി? സിയിൽ നിന്നും എയിലെത്താൻ ബോഡി എത്രയാണ് എടുത്തിട്ടുള്ളത്? 5 സെക്കൻഡ് ആണ് എടുത്തതെന്ന് വിചാരിക്കുക. മീൻസ് ടെക്സ്റ്റ് ബുക്കിലാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുന്നതാണ് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇഫ് ഇറ്റ് ഹാസ് ടേക്കൺ 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ് കൊണ്ട് എവിടെ എത്തി? 5 സെക്കൻഡ് കൊണ്ട് ബോഡി തിരിച്ച് സിയിൽ നിന്നും എയിലെത്തി. അപ്പോൾ ടൈം 10 അല്ല, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5 സെക്കൻഡ്സ് എടുത്തു. ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 70 ആണ് അല്ലേ? 70 meters by 5 seconds. എത്ര വരിക? 1 എത്ര വരും? ബാക്കി 20ൽ 4 അല്ലേ? 14 meter per second എന്ന് വരും. റൈറ്റ്? 40 meter per second. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Compare the velocity of the body when it reached C from A and also when it reached A from C. അപ്പോൾ നിങ്ങളോട് അതിൻ്റെ രണ്ടിൻ്റെയും വെലോസിറ്റി തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കമ്പയർ ചെയ്തപ്പോൾ? കമ്പയർ ചെയ്യാൻ എന്താണ്? A to C പോയത് എങ്ങനെയാണ്? A to C 10 സെക്കൻഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 meter per second എന്ന് കിട്ടി. പക്ഷെ C to A വന്നപ്പോൾ അത് 5 സെക്കൻഡ്, അതായത് സമയം കുറച്ച് സമയം കൊണ്ട് എത്തിയ. അതിൻ്റെ ദാറ്റ് മീൻസ് വാട്ട്? ടൈം കുറഞ്ഞു മീൻസ് വാട്ട്? സ്പീഡ് കൂടിയതല്ല അർത്ഥം. നമ്മൾ പെട്ടെന്ന് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡ് കൂട്ടണം. ഇപ്പം 10 meter per second ട്രാവൽ ചെയ്ത് അത്രയും സ്പീഡ് പോയിരുന്നോണ്ട് എത്ര എടുത്തു? 10 seconds എടുത്തു അല്ലേ? ഇനി 14 meter per second പോയാലോ 5 സെക്കൻഡിലേക്ക് സമയം കുറഞ്ഞു. അപ്പോൾ നല്ല സ്പീഡിൽ പോയപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് സിയിൽ നിന്ന് എയിലെത്തി. ആദ്യത്തെ കേസിലോ 10 സെക്കൻഡ് എടുത്തു എയിൽ നിന്നും സിയിലെത്താൻ. കാരണം വളരെ സ്ലോ ആയിട്ടാണ് പോയത്. 10 meter per second പോയത്. കുറച്ച് സ്പീഡ് കൂട്ടി 14 ആയപ്പോൾ 10 സെക്കൻഡ് പകരം 5 സെക്കൻഡ് കൊണ്ട് എത്തി. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം അല്ലേ? ഇതാണോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? കഴിഞ്ഞു. അപ്പം അത്രയൊക്കെയാണുള്ളത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് എന്തെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എടുക്കുമെന്നൊക്കെ പലരും മിസ്സിനോട് ചോദിക്കുന്നുണ്ട്. മിസ് നോക്കട്ടെ, ഞാൻ ബയോളജിക്ക് കുറേ നാൾ മുമ്പ് നിർത്തിയതല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ മിസ്സിന് സമയത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരണം എന്നുള്ളത്. നിങ്ങളിപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞാൽ 9th എത്തില്ലേ, പിന്നെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. മിസ് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ എടുത്തത്. തെറ്റൊക്കെ വരും, അതാണ് എനിക്കൊരു പേടി. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എനിക്ക് നിങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾ കമൻ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ഓൺലൈൻ ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ ക്ലാസ്സിന് ചേരുക. വേറെ സംശയമൊന്നുമില്ലല്ലോ? മിസ് നിർത്തിയാലോ എന്നാലേ? അപ്പോൾ ലെറ്റർ സക്സസ് ഇന്ന് തന്നെ പഠിക്കുക കേട്ടോ. അത് എഴുതി വയ്ക്കണം എല്ലാവരും. നോട്ട്ബുക്കിൽ എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ വീഡിയോ കണ്ട് പഠിക്കുന്ന ശീലമൊന്നും വേണ്ട. അതൊക്കെ കുറേ കൂടെ വലുതായിട്ട് മതി. കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകും. നിങ്ങൾ എഴുതി തന്നെ വെക്കുക. ഒരു പ്രാവശ്യം മിസ്സിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് സ്വന്തം ചെയ്യാം. ഓക്കെ, ശരി.